ഹായ് ട്രേഡേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം നമ്മുടെ $5000 ലൈവ് അക്കൗണ്ട് ട്രേഡിംഗ് ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞു ഗൈസ്. നമ്മൾ നല്ല രീതിയിൽ അത് സ്കെയിൽ ചെയ്തിരുന്നതാണ്. ഞാൻ ഏകദേശം ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ഷെയർ ചെയ്യാം. ഏകദേശം $5000 ടു $35,000 വരെ എന്റെ ഇക്വിറ്റി എത്തിയതാണ് ഗൈസ്. ഓക്കെ, അവിടെ നിന്ന് പിന്നെ ഞാൻ എന്താ 5 to 10% ആയിരുന്നു ഞാൻ പെർ ട്രേഡിൽ റിസ്ക് ചെയ്തിരുന്നത്. അവിടെ നിന്ന് നേരെ ഞാൻ കുറച്ച് കോൺഫിഡന്റ് ആയി ഗൈസ്. ഞാൻ നേരെ ഒരു 30% അറൌണ്ട് ഫ്ലിപ്പ് തന്നെ ചെയ്തു ഗൈസ്. അത് ഫ്ലിപ്പ് ചെയ്യാൻ നോക്കി ഏകദേശം. അത് നിന്നിട്ട് നേരെ കൊണ്ടായിട്ട് ഫെയിൽ ആയി. ഞാൻ ആ ട്രേഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതായിരുന്നു. ഞാനത് ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിരുന്നു ആ ട്രേഡ്. ഓക്കെ, ഇതായിരുന്നു ഗൈസ് AUD USD. അതിപ്പോ ഏകദേശം നല്ല രീതിയിൽ സ്പൈക്ക് ആയി ഗൈസ്. ഏകദേശം നമ്മൾ അത് ഫ്ലിപ്പ് ചെയ്യണമായിരുന്നു ഗൈസ്. 30,000 ഏകദേശം നമ്മളൊരു 75K അടുത്തേക്ക് ഫ്ലിപ്പ് ചെയ്യാൻ നോക്കിയതാണ് പ്രശ്നമായത്. ഓക്കെ, ഞാനിത് ഒരിക്കലും ഗൈസ്, ഇതൊരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഞാനൊരു ലൈവ് ചലഞ്ച് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നുള്ളൂ. ഓക്കെ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളത് 1 to 2% റിസ്ക് ആണ് പെർ ട്രേഡിൽ എപ്പോഴും ബെറ്റർ ഗൈസ്. ഞാനിത് നമ്മളിപ്പോ ഫണ്ടഡ് അക്കൗണ്ടുകളൊക്കെ ഞാനിപ്പോ ട്രേഡ് ചെയ്തിട്ട് അത്യാവശ്യം എന്താ പറയാ പ്രോഫിറ്റബിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഞാൻ റിയൽ അക്കൗണ്ടിൽ നോർമൽ ട്രേഡിംഗ് ഒന്നും ചെയ്യാറില്ല. ഞാൻ ഇടയ്ക്ക് ഇതുപോലെ കോമ്പൗണ്ടിങ് ആണ് ഞാൻ അതിന്റെ കോമ്പൗണ്ടിങ്ങിന്റെ റിസ്ക് മാനേജ്മെന്റും അതിന്റെ സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ അത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കോമ്പൗണ്ടിങ് ആണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നമുക്ക് എന്താ പറയാ 1 to 2% റിസ്ക് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് ചെയ്ത് പോയാൽ തന്നെയാണ് നമ്മുടെ പരിപാടികൾ നടക്കുള്ളൂ ഗൈസ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ലൈവ് ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം, അത്യാവശ്യം എനിക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട്, എന്നാൽ പിന്നെ അത് യൂട്യൂബിൽ നിങ്ങളുടെ മുന്നിൽ കാണിക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. നമ്മൾ ആദ്യം ഏകദേശം ഒരു 15 ഡേയ്സിന്റെ ഉള്ളിൽ തന്നെ $5,000 $12,000 ആക്കി. അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് പിന്നെ പിന്നെ ഞാൻ കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയി പോയി ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ കുറച്ച് ഫണ്ടഡ് ഫ്രെയിമിലും പല പല അക്കൗണ്ടുകളിലൊക്കെ ആയിട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡന്റ് ആയി പോയി. അപ്പോൾ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഓവർ കോൺഫിഡൻസ് നല്ലതല്ല. കോൺഫിഡൻസ് വേണം, നമുക്കൊരു ട്രേഡിൽ ബെസ്റ്റ് കോൺഫിഡൻസ് വേണം. പക്ഷെ ഞാൻ പിന്നെ അത്യാവശ്യം നല്ല വിന്നിങ് സ്ട്രീക്ക് ആയി ഇത്രയും പെട്ടെന്ന് സ്കെയിൽ ചെയ്ത് കയറി വന്നപ്പോ ഞാൻ പിന്നെ റിസ്ക് ചെയ്തു ഗൈസ്. ഞാൻ ഏകദേശം 30 അല്ല 40 35 30 ഏകദേശം ഞാൻ പറഞ്ഞുതരാം $5000 $6000 ഒക്കെ വെച്ച് നേരെ റിസ്ക് ചെയ്തു. അവിടെ നിന്ന് നേരെ അടിച്ചു പൊട്ടിച്ച് പോയി ഗൈസ്. അപ്പൊ ഇതാണ് നമ്മള് തോൽക്കില്ല ഗൈസ്. നമ്മള് എഗെയിൻ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ഞാൻ എപ്പോഴും ഒരു ഫണ്ടഡ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. എപ്പോഴും ഒരു 3 അക്കൗണ്ട് എടുക്കാനുള്ള പൈസ സെറ്റ് ചെയ്യും. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അടിച്ചിട്ട് ഒരു 2%, 3%, നമുക്ക് പ്രോഫിറ്റ് വിഡ്രോ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ലോസ് കവർ ആവും അല്ലെ. അപ്പോ അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെ ഞാൻ അടുത്ത ട്രൈ ചെയ്യാൻ പോവാണ്. അടുത്ത മാസം വീണ്ടും ഒരു $5,000 നമ്മൾ സ്കെയിലിംഗ് ടു $50,000. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കാം. എക്സ്നസ് ബ്രോക്കറിലാണ് ഞാൻ ചെയ്തിരുന്നത്. ഏകദേശം നമ്മൾ 35,000 വരെ എത്തി ഗൈസ്. ജസ്റ്റ് ആണ് മിസ്സായി പോയത്. ഓക്കെ, അപ്പോ ഇത്രയൊക്കെയുള്ള ഗൈസ്. ഇതൊരിക്കലും ഞാൻ എന്താ പറയാ റെക്കമെൻഡ് ചെയ്യുന്നതൊന്നുമല്ല. ഇത് ഞാൻ എന്തായാലും ചെയ്യണം എന്ന് വിചാരിച്ച ഒരു കോമ്പൗണ്ടിങ്. അപ്പൊ പിന്നെ എന്തായാലും ലൈവ് ആയിട്ട് തന്നെ അത് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോ ഞാൻ ട്രേഡ്സ് എല്ലാം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ഗൈസ്, ഇതാണ് ആ ട്രേഡ് സെറ്റപ്പ്. ഈ ഒരൊറ്റ വീക്കിലാണ് ഗൈസ്. ഈ ഒരൊറ്റ വീക്ക് എന്നാണ്ടായ നോക്ക് നിങ്ങൾ. ഞാൻ നിങ്ങൾക്ക് ഡേറ്റ് കാണിച്ചു തരാം. ഓക്കെ, ഓഗസ്റ്റ് ഇവിടെ കാണാം. ഓഗസ്റ്റ് 24 മൺഡേ 5. ഓക്കെ, ഓഗസ്റ്റ് 24 അല്ല, സോറി. എന്താ ഈ വിക്ക് വന്നത് എന്നാണ്? സോറി, 4 അവറിൽ കിട്ടും. നോക്കി കഴിഞ്ഞത് എങ്ങനെ കാണാനാ? 5 ആണ് ഗൈസ്. 5 ആണ് നോട്ടെ. നമുക്ക് ട്രേഡ് സെല്ലിന്റെ ഡേറ്റ് നോക്കാൻ പറ്റും. ഓക്കെ, ഓഗസ്റ്റ് 5 ആണ് ഗൈസ് വാഷ് ഔട്ട് ആയത്. എവിടെ പോയത്? കമോൺ മൺഡേ 5. ഓക്കെ, അപ്പൊ അന്നാണ് ഗൈസ് ഇത് വാഷ് ഔട്ട് ആയത്. ആ ഒരു ഒറ്റ വീക്കിലാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഫ്ലിപ്പ് ചെയ്തല്ലേ ഗൈസ്. നമ്മൾ ടാർജറ്റ് അടിച്ചതന്നെ. പക്ഷെ നമുക്ക് ഒന്നുകൂടി നമുക്ക് ട്രൈ ചെയ്യാം ഗൈസ്. നമുക്ക് അഗൈൻ നമുക്ക് ഒരു $5,000 ടേൺസ് ടു $50,000. അതാണ് നമ്മുടെ ടാർജറ്റ്. അപ്പൊ നമ്മൾ എന്തായാലും ടാർജറ്റ് ലോക്ക് ചെയ്യാണ്. നമ്മൾ എന്തായാലും ചെയ്യും ഗൈസ്. ഓക്കെ, ഇനി ഇതേപോലെ ഓവർ കോൺഫിഡൻസ് ആയിട്ട് ചിലപ്പോൾ വാഷ് ഔട്ട് ആവാം. ഇല്ല ഗൈസ്, നമുക്ക് കറക്റ്റ് ആയിട്ട് പിടിക്കാം. ഓക്കെ, അപ്പോ ഇതാണ് ഗൈസ്. അപ്പൊ ഇതൊരിക്കലും ഞാൻ അതിന്റെ കോമ്പൗണ്ടിങ് ഇതാ ഗൈസ്. ഇതാണ് ആ കോമ്പൗണ്ടിങ്ങിന്റെ മണി മാനേജ്മെന്റ്. ഓക്കെ, ഇത് ഇത് ഞാൻ 2% ആണ് ഗൈസ്. വെറും 2%. ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ അക്കൗണ്ട് സൈസ് നോക്കണ്ട. ഇപ്പൊ 5,000 നോക്കണ്ട. നിങ്ങളിപ്പോ
ഒരു അക്കൗണ്ടിൽ നമ്മളൊരു 40% അച്ചീവ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ റിസ്കിങ് എത്രയാണോ എന്ന് ഞാനിവിടെ പറയുന്നില്ല. ഒരു അക്കൗണ്ട് നമ്മുടെ കയ്യിൽ ട്രേഡ് ചെയ്യാൻ തരാണ്. ഓക്കെ, ഇപ്പൊ ഒരു $5,000 $10,000 എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമുക്ക് ആ ഒരു അക്കൗണ്ട് കിട്ടുകയാണ്. ആ അക്കൗണ്ടിൽ നമ്മൾ 40% പ്രോഫിറ്റ് ടാർജറ്റ് അടിക്കണം. ഓക്കെ, അത് നമുക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാം, സ്കാൽപ്പ് എങ്ങനെ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, പക്ഷെ 40% അടിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കൂ, നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ $100 റിസ്ക് ചെയ്തിട്ട് 40% അതായത് 40% നമ്മൾ അടിക്കണം. ഓക്കെ, 40% അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം $100 റിസ്ക് ചെയ്തിട്ട് 40% അടിച്ചു കഴിഞ്ഞാൽ $4,000 ആയി അല്ലെ. $4,000. അപ്പൊ നമ്മൾ $5,000 ഇൻവെസ്റ്റ് ചെയ്തു, നേരെ നമ്മൾ $9,000 എത്തും. എഗെയിൻ നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ. ഓക്കെ, ഇത് ഞാൻ ഒരിക്കലും ഗൈസ്, ഇത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നല്ല ഇത്, കാരണം ഇത് ഹൈലി റിസ്ക് ആണ്. ഞാൻ ഈ ഫണ്ടഡ് ഫേമിലൊക്കെ ട്രേഡ് ചെയ്തിട്ട് പറയാലോ, നമ്മളിപ്പോ $1,00,000 അക്കൗണ്ട്, അതായത് 100K അക്കൗണ്ട് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ അവിടെ കിട്ടുന്നത് $10,000 ആണ് ഗൈസ്, അല്ലെ. ഈ $10,000 നമ്മൾ ഒരു 10%, 5% എടുക്കുന്നത്, മനസ്സിലായോ? അതായത് ഈ $10,000 നേരെ ഫ്ലിപ്പ് ചെയ്യാണ് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഈ ഫണ്ടഡ് ഫേംസിലൊക്കെ നമ്മൾ ചെയ്യുന്നത്, അല്ലെ. അപ്പോ നമുക്ക് നമ്മുടെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് അതേ മൈൻഡ് സെറ്റിൽ ഇത് ചെയ്തുകൂടാ എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞാനിത് ചെയ്യാൻ തുടങ്ങിയത്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗൈസ് ചെയ്യുന്നത്. ഇത് റിസ്ക് ആണ് ഗൈസ്. അപ്പോ ഇതിലിപ്പോ ഞാൻ നോക്കിയപ്പോ ഞാൻ ഏകദേശം 4ാമത്തെ സ്റ്റേജ് വരെ ഞാൻ സിമ്പിൾ ആയിട്ട് എത്തി ഗൈസ്. ഏകദേശം എന്റെ ഇക്വിറ്റി 35, ഇതിന് 4ാമത്തെ സ്റ്റേജും കടന്നു. $35,000 ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇതിന്റെ ഒപ്പം കാണിക്കാം. ഓക്കെ, അതുവരെ ഞാൻ എത്തി. ഞാൻ ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അത്. അപ്പോ അത്ര എത്തിയപ്പോ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി ഗൈസ്. ഭയങ്കര പ്ലാൻ തന്നെ ചേഞ്ച് ആയി പോയി. റിസ്ക് ഒക്കെ ഞാൻ ഹെവി റിസ്ക്, ഇത് ഞാൻ പ്ലാൻ ചെയ്തത് 2% റിസ്ക് ചെയ്തിട്ട് ചെയ്യാന്നാണ് ഗൈസ്. ഇത് ഏറ്റവും സേഫസ്റ്റ് പ്ലാൻ ശരിക്കും 2% തന്നെ റിസ്ക് ചെയ്ത് പോകുന്നതാണ്. ഇത്രേ ഉള്ളൂ ഗൈസ്, ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമുക്കൊരു അൺനോൺ അക്കൗണ്ട് തരുന്നു. ആ അക്കൗണ്ടിൽ നമ്മളൊരു 40% പ്രോഫിറ്റ് ടാർജറ്റ്, അതും 2% റിസ്ക് ചെയ്തിട്ട് 40% നമ്മൾ അച്ചീവ് ചെയ്ത് കൊടുക്കുക. അപ്പൊ 1% നമ്മൾ റിസ്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 80% ടാർജറ്റ് സെറ്റ് ചെയ്ത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് പ്ലാൻ ചെയ്യാം. ഇതാണ് എന്റെ പ്ലാൻ. ഇതിപ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ അത് എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് നമ്മളിപ്പോ ഒരു $5,000 അക്കൗണ്ട്. ഓക്കെ, അതിൽ നമ്മൾ അതിന്റെ 1% എന്ന് പറഞ്ഞാൽ $50, 2% എന്ന് പറഞ്ഞാൽ $100. ഓക്കെ, ഞാനിത് 2%ന്റെ പ്ലാൻ ആണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഓക്കെ, നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 5% ആകാം, 10% ആകാം, 30%ക്ക് ഒന്നും പോകണ്ട, അപ്പൊ തന്നെ അടിച്ചു പോകും. ഇപ്പൊ എന്റെ പോയല്ലോ, അപ്പൊ അതുപോലെ പോകും. അപ്പൊ അതൊന്നും വേണ്ട. ശരിക്കും 1% ഒക്കെ ഓക്കെയാണ് കാര്യം. 1% വെച്ചിട്ട് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് കോമ്പൗണ്ടിങ് ചെയ്യാം. കോമ്പൗണ്ടിങ്ങിന്റെ വേറെ വേറെ എന്താ പറയാ മണി മാനേജ്മെന്റ് സ്ട്രാറ്റജി എന്റെ അടുത്തുണ്ട്. അത് നമുക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ് ഗൈസ്. നമുക്ക് തന്നെ കോമ്പൗണ്ടിങ്, എസമെട്രിക് കോമ്പൗണ്ടിങ് ഉണ്ട്, കോമ്പൗണ്ടിങ്, പിന്നെ അതുപോലെ തന്നെ കുറെ ഉണ്ട് ഗൈസ് ഇതിന്റെ തന്നെ. അപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ ഹെവി റിസ്ക് ആണ്. ഇത് പ്രോപ്പർ ആയിട്ട് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആയി പോകും ഗൈസ്. ശബ്ദം പോയി. അപ്പോ ഇത് ഇങ്ങനെയാണ് ഗൈസ്. 2% റിസ്ക് ചെയ്തിട്ട് നമ്മൾ 40% അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് $9,000 ആവും. നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ $9,000 $150 റിസ്ക് ചെയ്തിട്ട് 40% അച്ചീവ് ചെയ്യുന്നവരെ ട്രേഡ് ചെയ്യുക. ഓക്കെ, ഏകദേശം $15,000 ആവും. എഗെയിൻ നമ്മൾ $15,000 നമ്മൾ $200 വീണ്ടും റിസ്ക് ചെയ്തിട്ട് 40% വരെ അച്ചീവ് 40% അച്ചീവ് ചെയ്യുന്നവരെ ട്രേഡ് ചെയ്യുക. അപ്പൊ ഏകദേശം $23,000 ആവും. ഓക്കെ, ഈ $23,000 നമ്മൾ ഏകദേശം $250 റിസ്ക് ചെയ്തിട്ട് വീണ്ടും 40% അച്ചീവ് ചെയ്യുക. ഓക്കെ, ഏകദേശം 33,000 സംതിങ് ഡോളർ ആവും ഗൈസ്. അപ്പോ ഇത് എക്സാക്ട് കണക്കാണ്. ഇത് നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഈ ഇപ്പൊ ഞാൻ ഈ 2% എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1% ആക്കിയിട്ട് 80, അപ്പൊ ഈ 40 എന്നുള്ളത് 80% പ്രോഫിറ്റ് ടാർഗറ്റ് ആവും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഇത് നമുക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം നല്ല സമയം എടുക്കും. നമുക്ക് ഡേ ട്രേഡിങ്ങും സ്കാൽപ്പിംഗും ആണ് ഇതിന് ഏറ്റവും, നമുക്ക് ഏതെങ്കിലും ഒരു പെയർ മാത്രം പിടിച്ചിട്ട്, ഇപ്പൊ ഞാൻ അടുത്തത് അങ്ങനെയാണ് ഗൈസ് പ്ലാൻ ചെയ്യുന്നത്. ഏതെങ്കിലും യൂറോ USDയോ GBP USDയോ മാത്രം പിടിച്ചിട്ട് എന്താ പറയാ ചെറിയ ടൈം ഫ്രെയിമിൽ സ്കാൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. കാരണം ഞാൻ സ്വിംഗ് ട്രേഡിങ് ഇത് നമുക്ക് ഭയങ്കര ലോങ് ആവുമ്പോഴും നമ്മൾ ഈ പ്ലാൻ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഗൈസ്. കാരണം എന്റെ പ്ലാൻ ശരിക്കും എക്സാക്ട് പ്ലാൻ ഇത് 4ാമത്തെ സ്റ്റേജിലൊക്കെ ഞാനും വിചാരിച്ചിരുന്നു ഇത് ചിലപ്പോൾ വാഷ് ഔട്ട് ആവാം, അല്ലെങ്കിൽ ഞാൻ ആദ്യം ഈ പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ വിചാരിച്ചു ചിലപ്പോൾ നമുക്കൊരു 6ാമത്തെ സ്റ്റേജ് 7ാമത്തെ സ്റ്റേജിലൊക്കെ ഇത് വാഷ് ഔട്ട് ആവാം. കാരണം ഇത് അവിടെ തൊട്ടിട്ട് നമ്മൾ 5, 6, 7ാമത്തെ സ്റ്റേജിലൊക്കെ നോക്കുക ഗൈസ്, ഇത് ഇത്രയും വലിയ എമൗണ്ട് ആക്കി മാറ്റാൻ പറ്റും നമുക്ക് 8ാമത്തെ സ്റ്റേജിൽ. ഓക്കെ, $3,37,000. ഓക്കെ, 9ാമത്തെ സ്റ്റേജിൽ ഗൈസ് കണ്ടോ, 10ാമത്തെ സ്റ്റേജിൽ ഗൈസ്
ഇത് ഏകദേശം നിയർ $1 million അടുത്തേക്ക് വരെ നമുക്ക് സ്കെയിൽ ചെയ്യാം. പക്ഷെ അത്രയൊന്നും ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല. നമുക്ക് ഇതിലെ ഒരു 4-5 സ്റ്റെപ്പ് കിട്ടിയാൽ മതി എന്നുള്ളൊരു പ്ലാനാണ്. നമുക്ക് അടുത്തൊരു 3 ട്രൈയും കൂടി ചെയ്ത് നോക്കാം ഗൈസ്. 10ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത AMG ക്കാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ നോക്കാം ഗൈസ്. അപ്പൊ എന്തായാലും ഞാൻ ഒന്നും കൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. അപ്പൊ ഇതാണ് എന്റെ കോമ്പൗണ്ടിങ്. ഇതിപ്പോ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് ഗൈസ്. ഇപ്പൊ ഇത് നിങ്ങൾക്കും വേണമെങ്കിൽ ഇപ്പൊ ഈ $5,000 ഒന്ന് മാറ്റിയിട്ട് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്കും ഈ ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്കും കോമ്പൗണ്ടിങ്ങിന്റെ സേഫ് ആയിട്ടുള്ളത് ഗൈസ്. അപ്പൊ ഞാൻ ഇത് 2% ആണ്. പക്ഷെ ഞാൻ ട്രേഡ് ചെയ്ത് വന്നപ്പോ ആദ്യം ഞാൻ 2 വീക്സ് വെറും ചെറിയ 5% ഒക്കെ വെച്ച് ട്രേഡ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് പ്രോഫിറ്റ് കയറി വന്നപ്പോ പൊട്ടിപ്പോയി ഗൈസ്. അപ്പോ അഗൈൻ അഗൈൻ നമുക്ക് നോക്കാം ഗൈസ്. അപ്പോ ഇതൊക്കെയാണ്. ഇത് ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഗൈസ്. ഇത് ഹെവി റിസ്ക് ആണ്. ഹെവി റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഗൈസ് ഞാനിത് ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് ബിഗിനേഴ്സ് ഒന്നും ഇത് നോക്കേ വേണ്ട ഗൈസ്. ഇത് ഭയങ്കര റിസ്ക് ആണ്. കാരണം ഞാനിത് ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് പോലെ ചെയ്തതാണ്. ഓക്കെ. കാരണം ഞാൻ കുറെ ഫണ്ടഡ് ഫേമുകളിൽ ട്രേഡ് ചെയ്തിട്ട്, കാരണം ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക ഗൈസ്. ഇപ്പൊ നമുക്കൊരു 100K അക്കൗണ്ട് ഞാനൊരു $500 കൊടുത്ത് പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ. അത് ഞാൻ പാസ്സായി 3 സ്റ്റേജ് കഴിഞ്ഞിട്ടാണ്, 3ാമത്തെ സ്റ്റേജിലാണ് എനിക്ക് ലൈവ് അക്കൗണ്ട് കിട്ടുന്നത് അല്ലെ. എനിക്ക് അവിടെ ആകെ റിസ്ക് ചെയ്യാൻ പറ്റുന്നത് 10% ആണ് അല്ലെ. അതായത് $10,000. ഈ $10,000 കൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് ചിലപ്പോൾ ഒരു 3% അല്ലെങ്കിൽ ഒരു 8% ഒക്കെ ഞാൻ പ്രോഫിറ്റ് എടുക്കാറ്. ഓക്കെ. അപ്പൊ എന്തുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നേരെ ഒരു അക്കൗണ്ടിൽ ഇട്ടിട്ട് അത് ഇതുപോലെ തന്നെ നമുക്ക് അതിന്റെ ഒരു 10%, 20% ഒക്കെ വെച്ചിട്ട് ട്രേഡ് ചെയ്തുകൂടെ എന്നൊരു പ്ലാനൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ഗൈസ് ഞാനിത് ചെയ്ത് തന്നെ നോക്കുന്നത്, ഈ കോമ്പൗണ്ടിങ്. ഓക്കെ. കോമ്പൗണ്ടിങ് കുറെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുറെ വലിയ വലിയ ട്രേഡേഴ്സ് ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് പൈസ സ്കെയിൽ ചെയ്യണമെങ്കിൽ കോമ്പൗണ്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇപ്പോഴും ആ സ്റ്റേജിലേക്ക് ഞാൻ കടന്നിട്ടുള്ളൂ. അപ്പൊ എനിക്കും ഇതിന്റെ എന്താ പറയാ ഇന്നർ ഡെപ്ത് ഒന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല. ഞാൻ എന്താ പറയാ ഇത് ശരിക്കും നമ്മുടെ മെന്റലി നമ്മുടെ സൈക്കോളജീനൊക്കെ ശരിക്കും എഫക്ട് ചെയ്യും. നമ്മൾ വേറെ നോർമൽ ഇപ്പുറത്ത് വേറെ ട്രേഡിംഗ് ഒക്കെ പോകണമെങ്കിൽ ആ ട്രേഡിങ്ങിനൊക്കെ ഈ ട്രേഡിങ്ങിന്റെ ഇമോഷൻസ് എഫക്ട് ചെയ്തിട്ട് അതൊക്കെ കൊളാവാനുള്ള സാധ്യതകളും നമ്മുടെ കംപ്ലീറ്റ് സർക്കിൾ തന്നെ ട്രയാങ്കിളായി മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോ ഇത് റിസ്ക് ആണ്. ഇത് ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഇത് നമ്മൾ തന്നെ ഇത് ചെയ്തിട്ട് ഇപ്പോൾ $5,000 ഒരു 50,000 അല്ലെങ്കിൽ 100K ഒക്കെ ആക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രൂവ് ചെയ്തതിന് ശേഷം നമുക്ക് തീരുമാനിക്കുക ഓക്കെ ആണെങ്കിൽ. ഇത് എന്താ പറയാ ഇത് മാത്തമെറ്റിക്കലി ഈ സംഭവം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ആവാം സാധ്യതകളുണ്ട് അല്ലെ. അപ്പോ അറിയില്ല. ഇത് ഭയങ്കര ഇപ്പൊ നമുക്ക് ഈ 5ാമത്തെ സ്റ്റേജ് ഒക്കെ എത്തുമ്പോ അല്ലെങ്കിൽ 6ാമത്തെ സ്റ്റേജ് ഒക്കെ എത്തുമ്പോ ഇത് ഏകദേശം കണ്ടില്ലേ, $97,000 ഒക്കെ ആയി. നെക്സ്റ്റ് സ്റ്റേജ് നേരെ ഫ്ലിപ്പിംഗ് ആണ്, ഇത് കോമ്പൗണ്ടിങ് ആണ്. അപ്പൊ നേരെ ഇത് $1,77,000 ഒക്കെ. അപ്പൊ അത്രയ്ക്ക് എത്തുമ്പോ നമ്മള് റിസ്ക് കുറച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അടിച്ചു പോയ പോലെ അടിച്ചു പോവും. പിന്നെ അത് മാത്രമല്ല ഇതില് 2ാമത്തെ സ്റ്റേജ് ഒക്കെ കടന്ന് ഇത് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പെട്ടെന്നായി ഗൈസ്. നമ്മൾ എന്താ പറയാ ജസ്റ്റ് ഒരു 1 മന്ത് കൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ 4 സ്റ്റേജ് വരെ നമ്മൾ എത്തി. ഇതിന്റെ ഫസ്റ്റ് എന്റെ പ്ലാൻ 2% വെച്ചിട്ട് ചെയ്യായിരുന്നു. പിന്നെ പ്ലാൻ ചേഞ്ച് ചെയ്ത് നേരെ 10 to 15%, 20% വെച്ച് ട്രേഡ് ചെയ്തു. പെട്ടെന്ന് ഒരു വിന്നിംഗ് സ്ട്രീക്ക് വന്നപ്പോൾ പെട്ടെന്ന് നമ്മൾ ഗ്രോ ചെയ്തു. അതുപോലെ തന്നെ റിസ്ക് നമ്മൾ കുറച്ച് കൂട്ടി നേരെ അവിടെ നിന്ന് താഴോട്ട് പോയി. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോ ഇത് ചെയ്യാതിരിക്കുക. ഇത് നിങ്ങൾ പഠിക്കുക, ഇങ്ങനെ കോമ്പൗണ്ടിങ് ഒക്കെ ഓരോ സ്ട്രാറ്റജികളൊക്കെ ബിൽഡ് ചെയ്യുക. നിങ്ങൾക്കും ബിൽഡ് ചെയ്യാം ഗൈസ്. ഇതൊക്കെ ഞാൻ തന്നെ ബിൽഡ് ചെയ്തതാണ്. ഓക്കെ. ഇത് നിങ്ങൾക്കും ഇതിന്റെ റിസ്ക് കുറച്ചിട്ട് ഒരു $100 ഒരു $5 വെച്ചിട്ട് എങ്ങനെ കോമ്പൗണ്ടിങ് ചെയ്യാം എന്നുള്ള സാധനമൊക്കെ നിങ്ങൾ തന്നെ ആലോചിച്ച് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇതിനേക്കാൾ റിസ്ക് കുറഞ്ഞ കോമ്പൗണ്ടിങ് മെത്തേഡുകളുണ്ട്. ഓക്കെ. ഇത് ഹെവി റിസ്ക് ആണ് ഗൈസ്. അപ്പോ ഇത് നമ്മൾ എന്തായാലും ഒന്നും കൂടി ട്രൈ ചെയ്യും ഗൈസ്. ഒന്നും കൂടി നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മളൊരു 3 ട്രൈ ഇതിൽ ചെയ്യും. എന്നിട്ട് കിട്ടിയില്ല എന്ന് വെച്ചാൽ നമ്മൾ ഓക്കെ. പക്ഷെ നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ വിഡ്രോ ചെയ്തില്ല ഗൈസ്. അതാണ് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നേരെ നമ്മുടെ $5,000 ഒന്ന് സേഫ് ആക്കണമായിരുന്നു. ഇത് പെട്ടെന്ന് ഞാൻ ഇത്രയും പെട്ടെന്ന് ഇത് സ്കെയിൽ ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല ഗൈസ്. ഞാൻ വിചാരിച്ചൊരു 3 മന്ത്സോ 4 മന്ത്സോ കൊണ്ടൊക്കെ നമുക്കൊരു 3 സ്റ്റേജ് 4 സ്റ്റേജ് ഒക്കെ എത്തും എന്നാണ് ഞാൻ വിചാരിച്ചത്. അത് ഇത് 2% റിസ്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഇത് ഭയങ്കര ലെങ്തി ആവും. ഏകദേശം 1 ഇയറോളം പിടിക്കും നമ്മളൊരു 5th സ്റ്റേജിലൊക്കെ എത്താൻ. അപ്പൊ അതുകൊണ്ടാണ് ഞാനൊരു 10 to 5% റിസ്ക് ചെയ്തത്. ഓക്കെ. പിന്നെ ഒരു 15 to 20 അങ്ങനെ അങ്ങനെ ഞാൻ സ്കെയിൽ ചെയ്യാണ് ചെയ്തത്. ലാസ്റ്റ് 30 എത്തി ഗൈസ്. 30 പണി കിട്ടി. ഓക്കെ. AUD USD പക്ഷെ അവിടെ നിന്ന് ആ ട്രേഡ് എന്താ പറയാ ജസ്റ്റ് ഹണ്ടായി പോയി guys. അല്ലെങ്കിൽ നമ്മൾ ഹെവി ആയിട്ട് സ്കെയിൽ ചെയ്തേനെ. ഓക്കെ. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ട്രേഡിംഗ് ആണ്. ലോസസ് ഉണ്ടാവും. നമുക്ക് ഇമാതിരി ലോസസും ഇതിന് വലിയ ലോസസും എല്ലാം ഉണ്ടാവും. നമ്മൾ
എന്താ പറയാ, എപ്പോഴും ഞാൻ നിങ്ങൾക്ക് ബിഗിനേഴ്സിനൊന്നും ഇത് കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. ഇതൊക്കെ ഹെവി റിസ്ക് ആണ്, ഇതുപോലെ പോയത് കണ്ടില്ലേ. അപ്പൊ എപ്പോഴും 1 to 2% ഒക്കെ റിസ്ക് ചെയ്തിട്ട് മാത്രം ട്രേഡ് ചെയ്യുക guys. എന്നിട്ട് കോമ്പൗണ്ടിങ്ങിന് നിങ്ങളെ കൊണ്ട് ലോസ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഒക്കെ വെച്ചിട്ട് കോമ്പൗണ്ട് ചെയ്ത് നോക്കുക എപ്പോഴും. ഓക്കെ, അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഹാപ്പി ട്രേഡിങ്.